സുഹൃത്തുക്കളെ, എ ഉപയോഗിച്ച് സംസാരിക്കുന്ന ചിത്രങ്ങളുടെ വീഡിയോ മുമ്പ് ചെയ്തിരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നതിൽ സന്തോഷമുണ്ട്. എന്നാൽ ആ ടൂളിനുള്ള പല അപാകങ്ങളും പരിഹരിച്ചുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ മറ്റൊരു ടൂൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. നേരുക്കുട്ടനില്ലേ, എവിടെ പോയി? അവൻ അവിടെ എവിടെയെങ്കിലും ഒക്കെ കാണും. നീ എന്തിനാ അവനെ അന്വേഷിക്കുന്നത്? നിങ്ങളെ ആപ്പിൾകളൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കണേ. तब भी लगे ना मुझे, तब भी लगे ना मुझे, जब से दिल को मेरे तू न गए. नींद रातों की मेरी, चाहत बातों की मेरी, चैन को भी मेरे तूने यूं था गए. ഇപ്പോൾ വീഡിയോയിൽ കണ്ടതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ സർഗാത്മകതയെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകും. ക്യാമറയോ മേക്കപ്പോ ഇല്ലാതെ നിങ്ങൾക്കായി സംസാരിക്കുന്ന നിങ്ങളുടെ ബന്ധുക്കളുടെയും കൂട്ടുകാരുടെയും എന്തിനേറെ ഓമൽ മൃഗങ്ങളുടെ പോലും സംസാരിക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയും. അതിനെക്കുറിച്ചാണ് ഇന്നിവിടെ പ്രതിപാദിക്കുന്നത്. ഇതെല്ലാം ഒരു അത്ഭുതകരമായ ഉപകരണം DreamFace Ai ഉപയോഗിച്ച് സാധ്യമാണ്. ഇത് നമുക്ക് നമ്മുടെ മൊബൈലിലും അതുപോലെ തന്നെ ഡെസ്ക്ടോപ്പിലും ഒരേപോലെ ചെയ്യാമെന്നത് വളരെ ഉപകാരപ്രദമാണ്. അതിനാൽ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ വളരെ സവിശേഷമായിരിക്കും. അപ്പോൾ ഒരു ചോദ്യം പുതിച്ചേക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോകൾ സൗജന്യമായി സൃഷ്ടിക്കാൻ കഴിയുമോ? പരിമിതികൾ ഉണ്ടെങ്കിലും നമുക്കത് സാധ്യമാക്കാം. അതുവരെ പറയാം. എന്നാൽ നമുക്ക് ഫോട്ടോകളിൽ നിന്നും വീഡിയോകളിൽ നിന്നും AI ടോക്കിംഗ് അവതാർ വീഡിയോ സൃഷ്ടിച്ചാലോ? ഫോട്ടോയിൽ നിന്ന് AI ടോക്കിംഗ് വീഡിയോ സൃഷ്ടിക്കാൻ ആദ്യം നമുക്ക് ഒരു അവതാർ ഇമേജ് ആവശ്യമാണ്. അതിനായി ഞാൻ പിക്യുമെൻ AI ആണ് ഉപയോഗിച്ചത്. നിങ്ങളുടെ ഏതെങ്കിലും ബ്രൗസറിൽ പിക്യുമെൻ AI എന്ന് ടൈപ്പ് ചെയ്ത് അത് തിരയുക. ആദ്യത്തെ വെബ്സൈറ്റ് തുറന്ന് ജനറേറ്റ് ഫോർ ഫ്രീ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ 10 പോയിന്റുകൾ ദിവസവും ഫ്രീ ആയി ലഭിക്കും. ഇതുപയോഗിച്ച് 10ലേറെ ചിത്രങ്ങൾ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയും. അതിനുശേഷം ഇതുപോലുള്ള ഒരു ഇന്റർഫേസ് നിങ്ങളുടെ മുന്നിൽ തുറക്കും. ഇവിടെ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി ഈ ബോക്സിൽ നമ്മുടെ ഇമേജ് ജനറേറ്റ് ചെയ്യുന്നതിനുള്ള പ്രോംപ്റ്റ് നൽകുക. ChatGPT തയ്യാറാക്കിയ ഒരു പ്രോംപ്റ്റ് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഈ പ്രോംപ്റ്റ് ഒരു കോപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇവിടെ ചില ക്രമീകരണങ്ങൾ പ്രയോഗിക്കുക. അതിനായി നമ്മൾ ഈ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സിലേക്ക് വന്ന് ഡ്രോപ്പ് ഡൗൺ ചെയ്ത് ഇവിടെ നിന്ന് ഫ്ലെക്ഷൻ മോഡൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം ആസ്പെക്ട് റേഷ്യോ ഇവിടെ സെറ്റ് ചെയ്യാം. അതായത് നിങ്ങളുടെ ഇമേജ് ഏത് അനുപാതത്തിൽ ജനറേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ 16:9 തിരഞ്ഞെടുക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇമേജുകളുടെ എണ്ണം അഥവാ ഒരേ സമയം എത്ര ഇമേജുകൾ ജനറേറ്റ് ചെയ്യണമെന്ന് തിരഞ്ഞെടുക്കാം. ഞാൻ ഇവിടെ നിന്ന് 2 എണ്ണം തിരഞ്ഞെടുക്കുന്നു. ഇവിടെ ജനറേറ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പ്രോസസ്സിംഗ് കുറച്ച് സമയത്തേക്ക് തുടരും. പ്രോസസ്സിംഗ് പൂർത്തിയായ ഉടൻ നിങ്ങളുടെ പ്രോംപ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ചിത്രം ലഭിക്കും. നിങ്ങൾക്ക് അതിൽ ഇഷ്ടപ്പെട്ട ചിത്രം ഡൗൺലോഡ് ചെയ്യാം. ഇനി നമുക്ക് നിങ്ങളുടെ മൊബൈലിന്റെ സ്ക്രീനിലേക്ക് പോകാം. ആദ്യം നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ പ്ലേ തുറന്ന് DreamFace എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഇതിനകം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഓപ്പൺ എന്ന ഓപ്ഷൻ എനിക്ക് കാണാൻ കഴിയുന്നത്. ഇൻസ്റ്റാൾ എന്ന ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾ കാണുക. ഇൻസ്റ്റാൾ എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ DreamFace Aiയുടെ വെബ് പതിപ്പും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ കമ്പ്യൂട്ടറിലും ഉപയോഗിക്കാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം അത് തുറക്കുക. അത് നിങ്ങളോട് ചില അനുമതികൾ ചോദിക്കും. നിങ്ങൾ അവ അനുവദിക്കുക. അതിനുശേഷം അതിന്റെ ഹോം പേജ് നിങ്ങളുടെ മുന്നിൽ തുറക്കും. ഈ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് നിരവധി അത്ഭുതകരമായ സവിശേഷതകൾ ലഭിക്കും. ഇത് നിങ്ങളുടെ വീഡിയോ നിർമ്മാണം വളരെ എളുപ്പമാക്കുന്നു. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്ന AI അവതാർ, വെറ്റ് വീഡിയോ എന്നിവയെക്കുറിച്ച് മാത്രമേ ഇവിടെ പ്രതിപാദിക്കുന്നുള്ളൂ. ഫ്രണ്ട് സ്ക്രീനിൽ ഈ 2 ഓപ്ഷനുകൾ കാണാം. ആദ്യത്തെ ഓപ്ഷൻ ഇമേജിൽ നിന്നും സംസാരിക്കുന്ന വീഡിയോ നിർമ്മിക്കുന്നതാണ്. രണ്ടാമത്തേത് വീഡിയോയിൽ നിന്നും സംസാരിക്കുന്ന വീഡിയോ നിർമ്മിക്കുന്നതാണ്. ഇവ രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നല്ലേ? നാം ആദ്യത്തെ ഓപ്ഷനിൽ ഫോട്ടോ ആണല്ലോ ഇൻപുട്ട് ആയി കൊടുക്കുന്നത്. അപ്പോൾ അതിന്റെ ഫേസ് മാത്രം സംസാരിക്കുന്നതായി രൂപപ്പെടുന്നു. എന്നാൽ രണ്ടാമത്തെ ഓപ്ഷനിൽ വീഡിയോ കൊടുക്കുമ്പോൾ വീഡിയോയുടെ ശരീര ചലനങ്ങളും ഔട്ട്പുട്ടിൽ ലഭിക്കുന്നതാണ്. ആദ്യം നമുക്ക് ഫോട്ടോ ലിപ് സിങ്ക് ഉപയോഗിച്ച് സംസാരിക്കുന്ന വീഡിയോ ചെയ്ത് നോക്കാം. ആദ്യ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തുറന്നു വരുന്ന വിൻഡോയിൽ അവതാർ എന്ന ബട്ടൺ നമുക്ക് ഉപയോഗിക്കേണ്ടത്. കാരണം നമുക്ക് വീഡിയോ സൃഷ്ടിക്കേണ്ട ചിത്രം ഈ സ്ക്രീനിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അതിനായി അവതാർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്രത്യക്ഷപ്പെടുന്ന സ്ക്രീനിന് മുകളിൽ നാം മുമ്പ് ഉപയോഗിച്ചിരുന്ന ഇമേജ് ആയിരിക്കാം കാണുന്നത്, അഥവാ DreamFace നമുക്ക് നൽകിയ ഇമേജുകൾ. അതിനു താഴെ നമ്മുടെ മൊബൈലിന്റെ ഗാലറിയിൽ ഉള്ള ഇമേജുകൾ കാണാം. ഇനി നിങ്ങൾ ഏത് ഇമേജ് അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ ആ ഇമേജിൽ ക്ലിക്ക് ചെയ്താൽ ആ ഇമേജ് തിരഞ്ഞെടുക്കപ്പെടും. പിന്നീട് മുകളിൽ വലതുവശത്തായി കൺഫേം എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സംസാരിക്കുന്ന വീഡിയോ ഉണ്ടാക്കുന്നതിനായി ചിത്രം ലഭിച്ചു കഴിഞ്ഞു. ഇനി ശബ്ദം നൽകേണ്ടതുണ്ട്. സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കാൻ ഇവിടെ ആഡ് സ്ക്രിപ്റ്റ് കണ്ടിന്യൂ എന്ന് എഴുതിയിരിക്കുന്ന E+ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യും. ഇനി ഇവിടെ നമുക്ക് ശബ്ദ സ്ക്രിപ്റ്റ് ചേർക്കുന്നതിന് 2 സെക്ഷനുകളാണ് ഉള്ളത്, ടെക്സ്റ്റ് സ്ക്രിപ്റ്റും ഓഡിയോ സ്ക്രിപ്റ്റും. ആദ്യ സെക്ഷൻ ടൈപ്പ് ആണ്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്തോ പേസ്റ്റ് ചെയ്തോ നമ്മുടെ സ്ക്രിപ്റ്റ് എഴുതാം. ഇപ്പോൾ മലയാളം സപ്പോർട്ട് ചെയ്യുന്നില്ല, എന്നാൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്താൽ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ സാധ്യമാണ്.
രണ്ടാമത്തെ സെക്ഷൻ ആയ ഓഡിയോ സ്ക്രിപ്റ്റ് 3 വിധത്തിൽ ശബ്ദം ചേർക്കാം. മ്യൂസിക് സെറ്റ് ക്ലിക്ക് ചെയ്താൽ അപ്പിൽ ഉള്ള റെക്കോർഡ് ചെയ്തിട്ടുള്ള ഓഡിയോ സ്ക്രിപ്റ്റ് ഇവിടെ ചേർക്കാം. മൂന്നാമത്തെ ഓപ്ഷൻ റെക്കോർഡിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ സ്വന്തം ശബ്ദത്തിൽ നമ്മുടെ സ്ക്രിപ്റ്റ് നേരിട്ട് റെക്കോർഡ് ചെയ്യാം. ഞാനിവിടെ മൊബൈലിൽ നിന്നും മുമ്പ് തയ്യാറാക്കിയിട്ടുള്ള ഒരു ഓഡിയോ ആണ് ചേർക്കുന്നത്. അതിനാൽ രണ്ടാമത്തെ ഓപ്ഷൻ ആയ ഇമ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഫ്രം ആൽബം ഫ്രം ഫേസ് എന്ന് ചോദിക്കുമ്പോൾ ഫ്രം ഫേസിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ മൊബൈൽ ഗാലറിയിൽ നിന്നും ഓഡിയോ ക്ലിപ്പ് സെലക്ട് ചെയ്ത് ഇപ്പോൾ നമ്മുടെ ഓഡിയോ ഇവിടെ എത്തിയിരിക്കുന്നു. നിങ്ങൾ അത് ഇതുപോലെ പിടിച്ച് പൂർണ്ണമായും തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ഞങ്ങളുടെ ഈ ഓഡിയോ കേൾക്കണമെങ്കിൽ ഇവിടെ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കേൾക്കാം. അതിനുശേഷം ഇവിടെ മുകളിൽ വലതുവശത്തായി കൺഫേം എന്നത് ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങളുടെ സംസാരിക്കുന്ന വീഡിയോസ് എടുക്കാൻ താഴെയുള്ള ആനിമേറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പ്രോസസ്സിംഗ് ആരംഭിച്ചു. തിരക്കുള്ളപ്പോൾ പ്രോസസ്സിംഗ് സമയമെടുക്കുന്നുണ്ട് എങ്കിൽ വ്യൂ ലൈറ്റർ ഇൻ പ്രൊഫൈൽ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം കുറച്ചു കഴിഞ്ഞ് നമ്മുടെ ജനറേറ്റ് ചെയ്യപ്പെട്ട വീഡിയോ നമുക്ക് പ്രൊഫൈലിൽ ലഭിക്കും. പ്രോസസ്സിംഗ് 100% ആകുമ്പോൾ സംസാരിക്കുന്ന വീഡിയോ നമ്മുടെ ഫോട്ടോ നാം നൽകിയ ഓഡിയോ സ്ക്രിപ്റ്റിൽ നിന്ന് ജനറേറ്റ് ചെയ്യപ്പെടും. വീഡിയോയിലെ ലിപ്സിംഗ് കാണും. അത് എത്ര നന്നായി സംഭവിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ഗാലറിയിൽ വീഡിയോ സേവ് ചെയ്യാൻ സേവ് എച്ച് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വീഡിയോ മൊബൈൽ ഗാലറിയിൽ സേവ് ചെയ്യപ്പെടും. ഇനി വീഡിയോയിൽ നിന്ന് ഒരു ലിപ്സിംഗ് വീഡിയോ സൃഷ്ടിക്കാം. ഇത്തവണ വീഡിയോ ലിപ്സിംഗ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെയും ഫോട്ടോ ലിപ്സിംഗ് പോലുള്ള ഒരു ഇന്റർഫേസ് നമ്മുടെ മുന്നിൽ തുറക്കും. ഇനി നമ്മുടെ വീഡിയോ ഇവിടെ ചേർക്കണം. നമ്മുടെ സംസാരിക്കുന്ന വീഡിയോ സൃഷ്ടിക്കേണ്ട വീഡിയോ. അതിനാൽ ഇതിനായി താഴെയുള്ള അവതാറിൽ ക്ലിക്ക് ചെയ്യുക. ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ആ വീഡിയോ ആണ് സെലക്ട് ചെയ്യേണ്ടത്. മുകളിലുള്ള കൺഫേം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ എത്തി. ഇവിടെ ഒരു സവിശേഷതയെക്കുറിച്ച് പറയാൻ ഞാൻ മറന്നു. നമ്മുടെ ഫോട്ടോയിലോ വീഡിയോയിലോ പശ്ചാത്തലം മാറ്റാനും കഴിയും. ഇതിനായി താഴെയുള്ള പശ്ചാത്തല ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പശ്ചാത്തലം നമ്മുടെ മുന്നിൽ തുറക്കും. ഇപ്പോൾ നിങ്ങളുടെ വീഡിയോയിലോ ഫോട്ടോയിലോ നിങ്ങൾ പ്രയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഏത് പശ്ചാത്തലത്തിലും നിങ്ങൾ ആ പശ്ചാത്തലത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പശ്ചാത്തലം മാറാൻ തുടങ്ങും. അതിനാൽ നമുക്ക് കുറച്ചു നേരം കാത്തിരിക്കാം. നമ്മൾ തിരഞ്ഞെടുത്ത പശ്ചാത്തലം നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ പശ്ചാത്തലം നമ്മുടെ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടും. തൽക്കാലം ഞാൻ പശ്ചാത്തലം മുമ്പത്തേത് തന്നെ ഉപയോഗിക്കും. ഇനി മുമ്പ് വിവരിച്ചതുപോലെ ശബ്ദവും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ശബ്ദം തിരഞ്ഞെടുത്ത ശേഷം മുകളിലുള്ള സ്ഥിരീകരിക്കുക എന്നത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആനിമേറ്റീവ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഇവിടെ പ്രോസസ്സിംഗ് ആരംഭിച്ചു. പ്രോസസ്സിംഗ് 100% പൂർത്തിയായ ഉടൻ നമ്മുടെ സംസാരിക്കുന്ന വീഡിയോ സൃഷ്ടിക്കപ്പെടും. വീഡിയോ വഴിക്കും പ്ലേ ചെയ്യാം. അടുത്തതായി നമ്മുടെ ഓമന മൃഗങ്ങളുടെ സംസാരിക്കുന്ന വീഡിയോ ചിത്രീകരിക്കാം. അതിനായി പെറ്റ് ലിപ്സിംഗ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ട്രൈ നൗ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന വിൻഡോയിൽ പെറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഗാലറിയിൽ നിന്നും നമ്മുടെ ഓമന മൃഗത്തിന്റെ ഫോട്ടോ സെലക്ട് ചെയ്ത് കൺഫേം ചെയ്യുക. സ്ക്രിപ്റ്റ് ചേർക്കാനായി ഇത്തവണ ഞാൻ DreamFaceൽ തന്നെയുള്ള ഒരു മ്യൂസിക് തിരഞ്ഞെടുത്ത് കൺഫേം ക്ലിക്ക് ചെയ്യുമ്പോൾ മാസ്ക് ഫേസ് എന്ന വിൻഡോ വരും. ഇവിടെ മൃഗത്തിന്റെ ചുണ്ടും കണ്ണുകളും കൃത്യമായി അലൈൻ ചെയ്ത് കൺഫേം ചെയ്യുക. അല്പസമയത്തിനുള്ളിൽ നമ്മുടെ വീഡിയോ റെഡി. നിങ്ങൾക്ക് നിങ്ങളുടെ ജനറേറ്റഡ് വീഡിയോ പിന്നീട് കാണണമെങ്കിൽ അതിനായി നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. പ്രൊഫൈൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രവർത്തിച്ച എല്ലാ പ്രോജക്റ്റുകളും ഇവിടെ ദൃശ്യമാകും. അത് നിങ്ങൾക്ക് പിന്നീട് എപ്പോൾ വേണമെങ്കിലും കാണാനോ ഡൗൺലോഡ് ചെയ്യാനോ കഴിയും. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കും. സുഹൃത്തുക്കളെ, വീഡിയോ ഉപകാരപ്രദമായി എങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. പുതിയ ട്യൂട്ടോറിയലുമായി പുതിയ ടൂറുമായി